റിയാസ് സലീമിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് അദ്ദേഹം ആദ്യമായിട്ടൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല യൂട്യൂബേഴ്സിനും മനസ്സിലാകാത്ത ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയായിട്ട് ഇടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴേ ചില ആൾക്കാരൊക്കെ അപ്പോൾ തന്നെ വന്നു കൃഷ്ണകുമാറിൻ്റെ മകളെ പറഞ്ഞു, അല്ലെങ്കിൽ കൃഷ്ണകുമാർ ചില കാര്യങ്ങൾ പറഞ്ഞത് വളച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നു. പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബോളികൾ, അതായത് സമൂഹത്തിന് ഭയങ്കര നന്മ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും ഞങ്ങൾ പ്രതികരിക്കും എന്ന് പറയുന്ന കുറച്ച് യൂട്യൂബർമാർ ഇവിടെ വന്നിട്ട് റിയാസിനെ അങ്ങ് തേച്ചൊട്ടിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത്, പുച്ഛം. കാരണം നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ പൂർവികർ, ഈ കൃഷ്ണകുമാർ പറഞ്ഞ ആൾക്കാർ, ഈ ആ കുഴിയിൽ നിന്നും കഞ്ഞി കുടിച്ച ആൾക്കാർ, അവരെ പറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന തമ്പ്രാൻ പറഞ്ഞു, അന്ന് ഇവരൊക്കെ കഞ്ഞി ഇങ്ങനെ കുടിക്കുമ്പോഴേ എനിക്ക് കൊതിയൂറുമായിരുന്നു എന്ന്. ഞാൻ ഒരു കഥ പറയാം. അതായത് 1920 കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ അച്ഛനും അമ്മയും പണിക്ക് പോകും. ഈ കൃഷ്ണകുമാർ പറയുന്ന ഇവൻ്റെയൊക്കെ വീട്ടിൽ. അങ്ങനെ വീടുകളിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ 3-4 കുട്ടികളും കൂടി ഉണ്ടാകും. എന്തിനാണെന്നല്ലേ, ഈ ഉച്ചയാകുമ്പോഴേക്കും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ആ വീട്ടിൽ നിന്നും കുറച്ച് കഞ്ഞി കൊടുക്കും. ആ കഞ്ഞി കൊടുക്കുന്നത് ഇറയത്തോ മിറ്റത്തോ ഒന്നും കയറ്റത്തില്ല. ഈ മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്തുന്ന അന്ന് നമുക്കറിയാലോ, എവിടെയും ടോയ്ലറ്റൊന്നുമില്ല. എല്ലാവരും ഈ സാധിക്കുന്നതൊക്കെ പുറത്ത് വെളിമ്പ്രദേശത്താണ്. അപ്പോൾ അതിനടുത്ത് അതിൻ്റെ മണമൊക്കെ അടിച്ചുകൊണ്ട് വേണം ഒരു കുഴി കുത്താൻ വേണ്ടിയിട്ട്. ആ കുഴി കുത്തിക്കഴിഞ്ഞാൽ ഇവർ രാത്രി ബാലൻസ് വന്ന ചോറും കറിയും അതുപോലെ ഇവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇളക്കി വെച്ച ഒരു സാധനം, ഒരു കാടി വെള്ളം പോലത്തെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് അച്ഛൻ്റെയും അമ്മയുടെയും കുഴിയിൽ പാരും എന്നാണ് പറയട്ടെ. അത് കഴിഞ്ഞാൽ ഈ മക്കൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ മക്കളെയും കൂട്ടിയിട്ട് വരുന്നത്. കാരണം ഒരു നേരത്തെ ആഹാരമെങ്കിലും അവർക്കും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് 4 മക്കളൊക്കെ ഇത് ആർത്തിയോടുകൂടി കഴിക്കും. ബാക്കി ഉണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയും കഴിക്കും. ഇതാണ് നമ്മുടെ കൃഷ്ണകുമാർ പറഞ്ഞത്. ആ ഒരു കാലം ഇനി തിരിച്ചു വരില്ലല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ അദ്ദേഹം വേറെ ഒന്നുമല്ല. നമ്മളെപ്പോഴും എന്തൊക്കെ കളി കളിച്ചാലും നമ്മുടെ ആ ഒരു ഫ്രോഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജാതീയമായ ഒരു ചിന്തയുണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും ഇതേപോലെ പുറത്തു വരും. നമ്മൾ എത്ര പിടിച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് പുറത്തു വരും. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ആ ഒരു സങ്കടം നിങ്ങൾ നോക്കണം. അന്നത്തെ ആ ഒരു കാലം പോലെ ആയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു, ഈ കുഴിയൊക്കെ കുത്തിയിട്ട് ചോറ് കഴിക്കുന്നവരെ കാണാമായിരുന്നു. അതൊരു രസമല്ലേ കാണുമ്പോൾ? അതായത് പാവങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, തമ്പ്രാൻ്റെ മക്കൾ വന്നിട്ട് അതിൽ മണ്ണ് വാരിയിടുന്നു. ഇതൊക്കെ കാണാനൊരു രസമാണ്. ആർക്ക്? കൃഷ്ണകുമാറിനെ പോലെയുള്ളവർക്ക്. അതാണ് ഈ കൃഷ്ണകുമാറും അവരുടെ മക്കളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിരിക്കുന്നത്. റിയാസിൻ്റെ മഹത്വം നിങ്ങൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം റിയാസ് എന്തോ ആയിക്കോട്ടെ, റിയാസ് ഇതിൻ്റെ അകത്തു നിന്നും അദ്ദേഹം ആ ഒരു സംഭവം അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത യൂട്യൂബേഴ്സാണ് റിയാസ് സ്വയം എയറിൽ കയറാൻ വന്നതാണ്, റിയാസ് ഇപ്പോൾ ബിഗ് ബോസ് വരുന്നതല്ലേ, അപ്പോൾ കുറച്ച് ഫേമസ് ആകാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊഴിയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അതായത് പൂർവികരോടൊരു സ്നേഹമുണ്ടെങ്കിൽ, എല്ലാവരോടും ഞാൻ പറയുന്നില്ല കേട്ടോ, ചില ആൾക്കാരൊക്കെ തമ്പ്രാന്മാരൊക്കെ ഉണ്ടാകും. കൃഷ്ണകുമാറിനെ പോലെ ഇപ്പോഴും തമ്പ്രാക്കൻ ചിന്തയുള്ള യൂട്യൂബർമാരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവരോടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ നാളെ ഒരു തിരുത്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ആത്മാക്കൾ, അതായത് അന്നത്തെ ആ ഒരു കാലം നമ്മൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യരെ പുഴുക്കളെ പോലെ കണ്ട ഒരു കാലമായിരുന്നു അത്. നിങ്ങളെല്ലാവരും പറയുന്നില്ലേ, മറ്റേ തിരുവനന്തപുരത്തുള്ള തമ്പുരാട്ടിയെ തമ്പുരാട്ടി എന്ന് വിളിക്കണം, രാജാവിനെ രാജാവ് എന്ന് വിളിക്കണം എന്ന് പറയുന്നില്ലേ? അന്നത്തെ കാലം രാജാക്കന്മാർക്കും അവിടെയുള്ള ഈ കുറച്ച് ആൾക്കാർക്കും മാത്രമേ സുഖമുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുഴുക്കളെ പോലെയായിരുന്നു. ഒരു എന്താ പറയുക, അമ്പലത്തിൻ്റെ അതിലെ വഴി പോലും പോകാൻ സമ്മതമില്ല. അങ്ങനെയുള്ളൊരു കാലമുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ.
ഇപ്പോൾ ഈ കൃഷ്ണകുമാറിനെ പോലെയുള്ളവർക്ക് അതൊക്കെ ഒന്നും കൂടി വന്നാൽ നല്ലതാണ്, നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ചവിട്ടി മെതിക്കാലോ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഉണ്ടാവാം. ഏതായാലും കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ നുണയാണ്. ഇല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ ആ സമയത്തും ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുറ്റം തന്നെയാണ്. അതായത് 1957 EMS ഗവൺമെൻറ് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരോധിച്ചിരുന്നു. ഈ കുഴികുത്തിയിട്ട് കൊടുക്കുന്ന പരിപാടി, അതായത് നല്ല പാത്രത്തിൽ തന്നെ ചോറ് കൊടുക്കുക, പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കൂലി കൊടുക്കുക, കൂലി കൊടുത്തില്ലെങ്കിൽ കൊടുപ്പിക്കാൻ ഇവിടെ ആളുണ്ട് എന്നുള്ള തരത്തിലുള്ള EMSൻ്റെ പ്രസംഗങ്ങളൊക്കെ നല്ല പ്രസിദ്ധമാണ്. അപ്പോൾ അങ്ങനെ ഈ പിന്നെ പത്തായത്തിലുള്ള നെല്ല് എടുക്കലും നെല്ല് സമരങ്ങളും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് പിന്നെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അപ്പോൾ കൃഷ്ണകുമാർ ഒരു വലിയൊരു പുളുവാന്ന് വിട്ടിരിക്കുന്നത്. കൃഷ്ണകുമാറിൻ്റെ മുത്തശ്ശന്മാരൊക്കെ പഠിപ്പിച്ചതായിരിക്കാം ചിലപ്പോഴേ, കാരണം ജമ്മി കുടുംബമാണെങ്കിൽ. അപ്പോൾ ആ ഒരു മനസ്സ് പിന്നെ തുറന്നപ്പോൾ അത് യൂട്യൂബേഴ്സ് അത് റിയാസിൻ്റെ വലിയ കുറ്റമായിട്ടെടുക്കുന്നു. റിയാസിൻ്റെ തൊവ്വണം റിയാസ്, നീ ചെയ്തതാണ് ശരി. കാരണം ഈ പിന്നെ കൃഷ്ണകുമാറിൻ്റെ മക്കളെ റിയാസ് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ? ആ ഒരു കുഴികുത്തി ഭക്ഷണം കഴിക്കുമ്പോഴേ അവരുടെ കൂടെ അവരുടെ മക്കൾ വന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അന്നത്തെ ആ തലമുറേൻ്റെ വിഷമം നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? അന്നത്തെ ആ ഒരു മനുഷ്യന്മാരുടെ ആ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യാത്ത പണികളില്ല. അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന അയാൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. കാരണം ആ മാടമ്പിത്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വേറെ ഒരാൾ ഇതിന് മുന്നേ പറഞ്ഞു, സുരേഷ് ഗോപി, എനിക്ക് നമ്പൂരിയായിട്ട് ജനിക്കണമെന്ന്. അതായത് ഉയർന്ന ജാതി മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ, മറ്റുള്ളതൊക്കെ ഇവർക്ക് പുഴുക്കൾ. അതാണ് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷമില്ലേ, അത് പുറത്ത് ചാടും. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഇപ്പോൾ സമൂഹത്തോടുള്ള ഒരു പുച്ഛഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇല്ലാതെ ഇങ്ങനെ ഒരിക്കലും പറയില്ല. നമുക്കൊക്കെ അത് വേദനയോടുകൂടി ഓർക്കുന്ന ഒരു സംഭവമാണ് അതൊക്കെ. ഈ പിന്നെ എന്താ പറയേണ്ടത്, ഈ മാറുമറക്കൽ സമരവും അതുപോലെ തന്നെ ഈ പിന്നെ അമ്പലത്തിൻ്റെ അതിലൂടെ വഴിപോകാനുള്ള സമരവും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഴികുത്തി കൊടുക്കുന്ന സമ്പ്രദായവും ഇതൊക്കെ നമ്മൾ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഒരിക്കലും നമുക്ക് ഓർക്കുകയും വേണ്ട, ആ ഒരു സംഭവം തിരിച്ചു വരികയും വേണ്ട. അപ്പോഴാണ് ഇവിടെ ഒരുത്തം വന്നിട്ട് വലിയ വായിൽ ഇളപ്പിളക്കുന്നത്. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ ഒന്നും കൂടി കാണാമായിരുന്നു. അത് കാണാൻ കഴിയുന്നില്ലല്ലോ. എത്ര ആൾക്കാരാണ് എൻ്റെ വളപ്പിൽ വന്നിട്ട് കുഴികുത്തിയിട്ട് ഇതേപോലെ ചോറ് കഴിക്കുന്നത്, അല്ല കഞ്ഞി കുടിക്കുന്നത്. അത് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തമ്പ്രാനാകായിരുന്നു എന്നുള്ള ആ ഒരു ദുഷിച്ച മനസ്സ്. നന്ദി, നമസ്കാരം. റിയാസിന് ബിഗ് സല്യൂട്ട്. റിയാസ്